Millions of people with migraine are dismissed, misdiagnosed, or made to feel that their migraine is not real. സാധാരണയായിട്ട് ഇതിനെ മൈഗ്രെയിൻ ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇത് നിങ്ങൾക്ക് സ്ട്രെസ് കാരണമുണ്ടാകുന്ന തലവേദനയാണെന്ന്. നമ്മുടെ കുടുംബാംഗങ്ങൾ പറയും ഇത് നിങ്ങളുടെ മടി കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന്. നമ്മുടെ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല, തലവേദനയൊക്കെ അങ്ങനെ കിടക്കും, പക്ഷെ നമുക്ക് ജോലി തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന്. സമൂഹത്തിലെ എല്ലാ തലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഗ്യാസ് ലൈറ്റിംഗ് നേരിടേണ്ടി വരുന്ന ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ തോന്നാം എൻ്റെ മൈഗ്രെയിൻ റിയൽ ആണോ, അതല്ലെങ്കിൽ എൻ്റെ ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് എൻ്റെ തോന്നൽ മാത്രമാണോ. അതുകൊണ്ട് തന്നെ ഇവരുടെ രോഗനിർണയവും ചികിത്സയും എല്ലാം ഒരുപാട് വൈകുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ മൈഗ്രെയിൻ ഗ്യാസ് ലൈറ്റിംഗ് നേരിടേണ്ടി വരുന്ന ആളുകൾ സഫർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ്. ഒന്നാമതായിട്ട് ലാക്ക് ഓഫ് പ്രോപ്പർ ഡയഗ്നോസിസ്. ഒരു രോഗനിർണയം നടത്തുന്നതിനും ആ രോഗനിർണയം ഏർലി ആയിട്ട് ചെയ്യുന്നതിനുമുള്ള കാലതടസ്സം സംഭവിക്കുന്നു. രണ്ടാമതായിട്ട് ലാക്ക് ഓഫ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. കൃത്യമായിട്ടുള്ള രോഗനിർണയം ചെയ്യാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സയും എടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. മൂന്നാമതായിട്ട് ഏർലി ഓൺസെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ്. മൈഗ്രെയിൻ്റെ മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്കും ഇത് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നു. ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ ഗ്യാസ് ലൈറ്റിങ്ങിന് ഒരു അവബോധം വരേണ്ടത്, ഒരു അവയർനെസ് വരേണ്ടത്, അതല്ലെങ്കിൽ ഒരു മാറ്റം വരേണ്ടത് സമൂഹത്തിൽ നിന്നാണ്. അത്തരത്തിലുള്ള സമൂഹത്തിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ.